വഖഫ് ഭൂമി പ്രശ്നത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച സർക്കാർ മുനമ്പത്ത് നിന്ന് ആരെയും കുടിയിറക്കില്ലെന്നും പ്രശ്നപരിഹാരത്തിനായി ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചതായും മന്ത്രിമാരായ കെ രാജൻ, പി രാജീവ്, വി അബ്ദുറഹിമാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുനമ്പം വിഷയത്തിലെ ഉന്നതതല യോഗത്തിനു ശേഷമാണ് നിർണായക തീരുമാനം മന്ത്രിമാർ അറിയിച്ചത്. ജനങ്ങൾക്ക് ആശങ്ക വേണ്ടെന്നും കരമടയ്ക്കുവാനുള്ള നിയമ നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും ഇതിനായി ഹൈക്കോടതിയിൽ റിവ്യൂ ഹർജി നൽകുമെന്നും മന്ത്രിമാർ അറിയിച്ചു. അതേസമയം സർക്കാർ തീരുമാനം തൃപ്തികരമല്ലെന്നും പ്രതിഷേധം ശക്തമാകുമെന്നും മുനമ്പം സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു. സർക്കാർ തീരുമാനം വന്നതിന് പിന്നാലെ മുനമ്പത്ത് സമരക്കാർ പ്രതിഷേധിച്ചു. ഉന്നതതല യോഗത്തിൽ എല്ലാ വശവും പരിശോധിച്ചുവെന്നും കൈവശാവകാശമുള്ള ആരെയും ഒഴിപ്പിക്കില്ലെന്നും മന്ത്രിമാർ പറഞ്ഞു. സ്ഥലത്തുനിന്ന് ഒഴിയുവാൻ ആവശ്യപ്പെട്ട് ഇനിയാർക്കും വഖഫ് ബോർഡ് നോട്ടീസ് നൽകില്ല. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ അധ്യക്ഷനായുള്ള ജുഡീഷ്യൽ കമ്മീഷനെയാണ് സർക്കാർ നിയോഗിച്ചത്. പെട്ടെന്നൊരു തീരുമാനമെടുത്താൽ താമസക്കാർക്ക് തിരിച്ചടിയുണ്ടാകും. അതുകൊണ്ടാണ് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചത്. മുനമ്പത്തെ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച് ജുഡീഷ്യൽ കമ്മീഷൻ പരിശോധിക്കും. 3 മാസം കൊണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്നും സമരക്കാരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തുമെന്നും സമരം പിൻവലിക്കണമെന്നും മന്ത്രിമാർ ആവശ്യപ്പെട്ടു. മുനമ്പത്ത് താമസിക്കുന്ന പലരും വില കൊടുത്ത് ഭൂമി വാങ്ങിയവരാണ്. അവർക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കും. ഇനിയൊരു ഉടമസ്ഥാവകാശം പരിശോധിക്കുവാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് അംഗീകരിക്കാനാകില്ലെന്നും നേരത്തെ തന്നെ ഉടമസ്ഥാവകാശം പരിശോധിച്ചതാണെന്നും സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു. കോടതിയിൽ ആ സ്റ്റേ വെക്കറ്റ് ചെയ്യുന്നതിനും അവർക്ക് നിയമപരമായി നേരത്തെ എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ സഹായകരമായിട്ടുള്ള ഒരു തുടർ നടപടികൾ സർക്കാർ കോടതിയുടെ മുൻപിൽ സ്വീകരിക്കും. ഇതാണ് ഇന്നത്തെ യോഗമെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. അതിന്റെ അടിസ്ഥാനത്തിൽ അവരുമായി ചർച്ച ചെയ്യുന്നതായിരിക്കും. വളരെ പെട്ടെന്ന് 3 മാസത്തിനുള്ളിൽ ഈ കമ്മീഷൻ എല്ലാ നടപടികളും പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ഭാഗം. സമയബന്ധിതമായി അത് പൂർത്തീകരിക്കണം. അതിനാവശ്യമായിട്ടുള്ള കമ്മീഷൻ ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റുകളുടെ, ഏതെല്ലാം ഉദ്യോഗസ്ഥരുടെ, ഏതെല്ലാം സംവിധാനങ്ങളുടെ സഹായം ആവശ്യമാണെന്ന് നിഷ്കർഷിക്കുന്നുവോ അതെല്ലാം തന്നെ സമയബന്ധിതമായി സർക്കാർ ഉറപ്പുവരുത്തുന്നതായിരിക്കും. അതിലിപ്പോ 9 കേസുകൾ ഹൈക്കോടതിയിലുണ്ട്, 2 കേസുകൾ ട്രിബ്യൂണലിൽ നിൽക്കുന്നുണ്ട്. നമ്മളൊരു പ്രഖ്യാപനം നടത്തി നാളെ പുതിയൊരു പ്രശ്നം വന്നാൽ അവർ സ്വാഭാവികമായിട്ടും നേരെ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ശാശ്വതമായൊരു പരിഹാരം, അർഹരായിട്ടുള്ള മുഴുവൻ കൈവശാവകാശക്കാരുടെയും നിയമപരമായിട്ടുള്ള അവകാശം സംരക്ഷിക്കാനുള്ള ശാശ്വതമായ പരിഹാരം. അതിപ്പോ നമുക്കൊരു യോഗത്തിലിരുന്നൊരു പ്രഖ്യാപനം നടത്തിയാൽ വീണ്ടും ചിലപ്പോൾ ഇവർ തന്നെ പ്രതിസന്ധിയിലായി വരും. അപ്പൊ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ ഏറ്റവും ഉചിതമായത് വളരെ ശരിയായ ഒരു അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു പരിഹാരമായിരിക്കും. അതിനാണ് വളരെ ഉയർന്ന ചുമതല വഹിച്ചിരുന്ന ഒരാളെ തന്നെ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി ചുമതല വഹിച്ച ആളെ തന്നെ അത് ഗവൺമെന്റ് വഖഫ് ബോർഡിനോട് അഭ്യർത്ഥിച്ചു. കാരണം ഞങ്ങൾക്ക് വഖഫ് ബോർഡിനോട് ഡയറക്ഷൻ ഇതുള്ളൂ. വഖഫ് ബോർഡ് അത് അംഗീകരിച്ചു. തുടർ നടപടികളൊന്നും തന്നെ കൊടുത്ത നോട്ടീസിലുണ്ടാവില്ല. ഈ കൈവശാവകാശമുള്ള അവിടെ താമസിക്കുന്ന ആളുകളുടെ കാര്യങ്ങളിലെല്ലാം മറ്റു നോട്ടീസ് കൊടുക്കാനും ഇനി കഴിയില്ല ഈ തീരുമാനം വരുന്നത് വരെ. അല്ല, അതുകൊണ്ടാണ് ഇത് എല്ലാ വർഷവും ഇവർ പരിശോധിക്കാൻ പറഞ്ഞത്. നമുക്ക് ഒരു മീറ്റിംഗ് കൊണ്ട് തീരുന്നതല്ല. ഇപ്പൊ നമുക്കറിയാം കോടതി വിധികളുണ്ട്, വഖഫ് ട്രിബ്യൂണലിന്റെ ഇതുണ്ട്. സർക്കാരല്ല, സർക്കാരിന് ഇതിന് അധികാരമില്ല. നിങ്ങൾ നിസാർ കമ്മീഷന്റെ അത് നോക്കിയാലും അറിയാം. ഞങ്ങൾ ഇത് പരിശോധിക്കാനുള്ള അധികാരം ഞങ്ങൾക്കില്ല, വഖഫ് ബോർഡാണ് ഇതിന്റെ അതോറിറ്റി എന്ന് ആധികാരികമായി പറയുകയാണ് ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡിന്റെ തീരുമാനമുണ്ട്. ആ തീരുമാനത്തിന് ശേഷമാണ് നമ്മളിപ്പോ നികുതി അടയ്ക്കാനുള്ള അനുമതി നൽകിയത്. അത് ചോദ്യം ചെയ്ത ഹർജികളുണ്ട്. ഏകദേശം 9 കേസുകൾ ഹൈക്കോടതിയിൽ പല സ്വഭാവത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോ കമ്മീഷൻ ചോദിച്ചതുപോലെ ഈ സങ്കീർണതകളല്ലാണ്ട് ഇത് ഒറ്റ നിമിഷം കൊണ്ട് തീരുന്നത്. പിന്നെ ഇത് കരാർ കൊടുത്തിട്ട് വിൽപ്പന നടത്തിയിട്ടുണ്ട്. അങ്ങനെ കുറെ കേസുകളുണ്ട്. അപ്പൊ അതിൽ ഇപ്പൊ താമസിക്കുന്നവർ നമ്മളൊരു പ്രഖ്യാപനം നടത്തി നിങ്ങൾക്ക് ഇത് അവകാശം എന്ന് പറഞ്ഞാൽ നാളെ ആർക്കും ചോദ്യം ചെയ്യാം. കാരണം വഖഫ് എന്ന് പറഞ്ഞാൽ മൊത്തം സംവിധാനമല്ലേ. അതിലൊരാൾ പോയി ക്വസ്റ്റ്യൻ ചെയ്താൽ നേരെ ഇവരുടെ ഇത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ സുരക്ഷിതമില്ലാതാകും. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിലേക്ക് പ്രശ്നങ്ങൾ എത്തിയിരിക്കുമ്പോൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയും, ശാശ്വതമായിട്ടൊരു പരിഹാരം എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും, അതാണ് വളരെ പെട്ടെന്ന് 3 മാസം കൊണ്ട് തന്നെ റിപ്പോർട്ട് നൽകണം എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്.
അല്ല, കോടതിയിൽ ഞങ്ങൾ ഇപ്പൊ സ്റ്റേ ചെയ്തേക്കല്ലേ. അല്ല ഗവൺമെന്റ് കക്ഷിയാണ് അതിനകത്ത്. ഗവൺമെന്റിനെ കൂടി എതിർ കക്ഷിയാക്കിക്കൊണ്ടാണ് ഈ വഖഫ് സംരക്ഷണ സമിതിയുടെ ആളുകൾ കേസ് കൊടുത്തിട്ടുള്ളത്. അതിൽ സിംഗിൾ ബെഞ്ച് വിധിച്ചു, ഡിവിഷൻ ബെഞ്ച് വീണ്ടും വന്നു. വീണ്ടും സിംഗിൾ ബെഞ്ചാണ് പരിശോധിക്കുന്നത്. ആ സ്റ്റേ നിലനിർത്തിക്കൊണ്ട് പിന്നെ പരിശോധിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിൽ തുടർ നടപടി കോടതിയിൽ ഗവൺമെന്റ് സ്വീകരിക്കും. നമ്മൾ സ്പീഡാക്കാനും നമ്മുടെ ഭാഗം ശക്തമായി അവതരിപ്പിക്കാനും ആവശ്യമായ സമീപനം ഗവൺമെന്റ് സ്വീകരിക്കും. ട്രിബ്യൂണൽ സർക്കാർ കക്ഷിയല്ല നിലവിൽ. കാരണം വഖഫ് ട്രിബ്യൂണലിന്റെ സ്വഭാവം ഉണ്ടല്ലോ. അല്ല, അതെല്ലാം പിന്നെ നീണ്ടുപോകുന്ന കാര്യങ്ങളാണല്ലോ. നമ്മൾ അതിലേക്ക് വിട്ടുകൊടുക്കാതെ അത് ആ വഴി പോട്ടെ. നമുക്ക് അതിനെ കുറിച്ച് ഇപ്പൊ തീരുമാനിക്കാൻ പറ്റില്ല. നമ്മൾ ഇതിനകത്ത് എവിടെ പോയാലും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്ത ഒരു പരിഹാരം എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞു, നിങ്ങളിവിടെ ഉറപ്പിക്കുന്നു, ഞങ്ങൾ നികുതി അടയ്ക്കാൻ പറഞ്ഞു. കോടതി പോയപ്പോ കോടതിയുടെ സ്റ്റേ ചെയ്തു. നാളെ വേറെ ഒന്ന് പറഞ്ഞു, അപ്പോഴും ട്രിബ്യൂണലിൽ പോയി. ട്രിബ്യൂണൽ സ്റ്റേ ചെയ്ത് ഇവർ വീണ്ടും അനുസരിച്ചില്ലാവില്ല. ഓരോ തവണ ഇവർക്ക് സമരം ചെയ്യാൻ പറ്റില്ല. സമരം ചെയ്താലും പുതിയ പ്രശ്നം വീണ്ടും വന്നതല്ല. അപ്പൊ എന്താണ് ഒരു പെർമനന്റ് സൊല്യൂഷൻ? എന്താണ്? അതാണ് സർക്കാർ ശ്രമിക്കുന്നത്, ശാശ്വതമായ ഒരു പരിഹാരം. അതിന് ഈ കമ്മീഷൻ സഹായകനായിരിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അവരെ ചർച്ച ചെയ്യും. മുഖ്യമന്ത്രി അവരോട് ചർച്ച ചെയ്യും. ഈ ഭാഗങ്ങൾ അവരോട് വിശദീകരിക്കും. ചർച്ച ചെയ്യും. അവരോട് അത് നോക്കി വളരെ പെട്ടെന്ന് തന്നെ സി എം കണ്ടിരുന്നു. സി എം ഉറപ്പു നൽകി, നിങ്ങളുടെ ഒരു ഭയപ്പെടേണ്ടതില്ല, നിങ്ങളെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല, ശാശ്വതമായ പരിഹാരമുണ്ട്. വളരെ പോസിറ്റീവായിട്ടാണ് സി എമ്മിനെ കണ്ട സമരസമിതിക്കാർ അതിനോട് പ്രതികരിച്ചത്. അവരും ഈ ചർച്ചയിൽ ഒരു റിസൾട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് അവർ അറിയിക്കും. അവർ സമര നടപടികൾ അതിന്റെ അടിസ്ഥാനത്തിൽ നിർത്തിവെക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കും. മുഖ്യമന്ത്രി തന്നെ ഇത്തരം കാര്യങ്ങൾ അവരെ അറിയിക്കുകയും ഇല്ല ഉള്ള കേസിൽ തന്നെയാണ്. നികുതി അടയ്ക്കാനുള്ള അനുവാദം കൊടുത്തുകൊണ്ട് ഉത്തരവിറക്കി. ആ ഉത്തരവിനെ ആദ്യം സിംഗിൾ ബെഞ്ചിൽ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ അതിന് അനുകൂലമായി സ്റ്റേ നടപടി ഉണ്ടായപ്പോൾ വീണ്ടും കൗണ്ടർ അഫിഡവിറ്റ് കൊടുത്ത് ഗവൺമെന്റിലേക്ക് പോയി. ആ കൗണ്ടർ അഫിഡവിറ്റിൽ നിലവിലുള്ള ഉത്തരവ് മോഡിഫൈ ചെയ്തുകൊണ്ട് വീണ്ടും കരമടയ്ക്കാം എന്ന് കോടതി ഉണ്ട്. അതിനെതിരായി ഒരു സംഘം ആളുകൾ ഡിവിഷൻ ബെഞ്ചിൽ പോയപ്പോൾ സിംഗിൾ ബെഞ്ചിന്റെ വിധി അബ്സല്യൂട്ടാണ് എന്ന് ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തി. മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാൻ സിംഗിൾ ബെഞ്ചിൽ തന്നെ വാദം തുടരണം എന്നത് നിശ്ചയിച്ചിട്ടുണ്ട്. നേരത്തെ നിയമമന്ത്രി പറഞ്ഞതുപോലെ അതിൽ സർക്കാർ കക്ഷിയാണ്. സർക്കാർ ആ കാര്യത്തിൽ സർക്കാരിന്റെ വാദമുഖങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്റ്റേ ചെയ്യാനുള്ള നടപടികളുമാണ്. നിലവിലിപ്പോ പറഞ്ഞല്ലോ, ഇത് സംബന്ധിച്ച് നേരത്തെ ബഹുമാനപ്പെട്ട രാജ്യ മന്ത്രി പറഞ്ഞതുപോലെ അവർക്ക് അർഹരായവർക്ക് നിയമപരമായ പരിരക്ഷ ലഭ്യമാകും വിധം ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ടാണ് താൽക്കാലിക പരിരക്ഷയല്ല, സ്ഥിരമായ ഒരു പരിരക്ഷ. അതുവരെ അവരെ കുടിയൊഴിപ്പിക്കാതെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമാണ് സർക്കാർ ഏറ്റെടുത്തതും വഖഫ് ബോർഡിനോട് അഭ്യർത്ഥിച്ചു. അല്ല, അതില് നിയമ പോരാട്ടം. നമ്മളിപ്പോ അങ്ങനെയാണെങ്കിൽ വഖഫ് തീരുമാനം വരട്ടെ, അല്ലെങ്കിൽ ഹൈക്കോടതിക്ക് തീരുമാനം വരട്ടെ എന്നാണല്ലോ നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ കാണാൻ പറ്റുമ്പോ ഞങ്ങൾ അതുകൊണ്ട് ഇതില് ചിലർ പറയുന്ന പോലെ ശിക്ഷിക്കാൻ പരിഹരിക്കാനുള്ള പ്രശ്നമായിട്ട് പറയുന്നു. അങ്ങനെയല്ലോ. ഇത് പറവൂർ കോടതിയുടെ ഒരു വിധി നിൽക്കുന്നു, ഹൈക്കോടതി വിധി നിൽക്കുന്നു. അതിനുശേഷം നിസാർ കമ്മീഷന്റെ ഇത് സംബന്ധിച്ച് വഖഫ് ബോർഡിനോട് തീരുമാനിക്കാനാണ് പറഞ്ഞ ഞങ്ങൾക്ക് അതോറിറ്റി. വഖഫ് ബോർഡ് എല്ലാവരും കേട്ടിട്ട് ഒരു നിലപാടിലെത്തിയിരിക്കുന്നു. ആ നിലപാടിന്റെ തുടർ നടപടിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച് വഖഫ് ട്രിബ്യൂണലിലും കോടതികളിലും കേസുകൾ നിൽക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അപ്പൊ അതിൽ ഇതെല്ലാ വശങ്ങളും പരിശോധിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ ഒരു കാര്യമാണ്, വഖഫ് ഭൂമിയുടെ സംരക്ഷണം അത് പൊതുവെ ഉള്ള കാഴ്ചപ്പാടാണ്. പക്ഷെ ഇവിടെ വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്നത്, വില കൊടുത്ത് വാങ്ങിയവരാണ് എല്ലാവരും, താമസിക്കുന്നവരാണ് അല്ലാത്തവരുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ താമസിക്കുന്ന ആളുകൾ, കൈവശാവകാശമുള്ളവർ, വില കൊടുത്ത് വാങ്ങിയ ആളുകൾ, അവര് ഇതിന്റെ പേരിൽ കുടിയിറക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ താമസിക്കുന്നതിന് അവർക്ക് താമസിക്കുന്ന ഭൂമിയിൽ നിയമപരമായി പരിരക്ഷ അവർക്കുണ്ടാകും. അതിനെങ്ങനെ സാധ്യമാണ്? അത് സൂക്ഷ്മമായിട്ട് പരിശോധിക്കാനായിട്ട് ഒരു ജുഡീഷ്യൽ സ്വഭാവത്തിലുള്ള ഒരു കമ്മീഷൻ ആയിരിക്കും സഹായകരമാവുക.
അതിലേറെ പരിചയസമ്പന്നനായ ഒരു ജില്ലാ ജഡ്ജോ അങ്ങനെയല്ല, ഹൈക്കോടതിയിൽ തന്നെ ഏറ്റവും ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയി പ്രവർത്തിച്ച ഒരാൾ തന്നെ അത് പരിശോധിക്കുമ്പോൾ നമുക്ക് ഇതിനെല്ലാം പറ്റുന്ന ഒരു നിർദ്ദേശം വരും എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അങ്ങനെയാണ് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ കഴിയുന്നത്. അല്ലാതെ മറ്റേതെങ്കിലും പല നിയമോപദേശകരുണ്ടല്ലോ, ഓരോരുത്തരുടെയും ഉപദേശം നമ്മൾ നടപടി സ്വീകരിച്ചാൽ പെട്ടെന്നൊരു സന്തോഷം തോന്നുമെങ്കിലും പിറ്റേ ദിവസം വലിയ ദുഃഖത്തിലേക്ക് പോകാനും പാടില്ല. അതാണ് അവധാനതയോടെ ഒരു സമീപനം വേണമെന്ന് സർക്കാർ കണ്ടിട്ടുള്ളത്. എന്റെ നടപടിക്രമം അല്ല, നമുക്കെന്ന് വെച്ചാൽ വക്കഫിനകത്ത് നമുക്ക് ഗവൺമെന്റ് വക്കഫിന് ഡയറക്ഷൻ കൊടുക്കാം 90. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് വരുമ്പോ ഇതിനടിസ്ഥാനപ്പെടുത്തി ഇതല്ല വേറെ ആണെങ്കിൽ ഗവൺമെന്റിന് തീരുമാനം എടുക്കാവുന്നതാണോ, അതോ വക്കഫ് വഴി തീരുമാനം എടുക്കാവുന്നതാണോ, ഗവൺമെന്റ് അല്ലാതെ നേരിട്ട് ഇടപെടാൻ പറ്റുന്നതാണോ എന്നെല്ലാം ഈ കമ്മീഷന്റെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും നമുക്ക് പറയാൻ കഴിയും. സർക്കാരിന്റെ അത് ഞാൻ നേരത്തെ പറഞ്ഞത് സർക്കാരിന്റെ അല്ല, നമ്മൾ പറഞ്ഞത് സർക്കാരിന്റെ നിലപാട് വ്യക്തം. ആരെയും കുടിയൊഴിപ്പിക്കാൻ പാടില്ല. അവർക്ക് കടമടയ്ക്കണമെങ്കിൽ സർക്കാരിന്റെ തീരുമാനം നടപ്പിലാക്കപ്പെടണം. അതിനുവേണ്ടി ഹൈക്കോടതി സമീപിക്കും. ഇവര് വക്കഫാണ്, പിന്നെ കുറെ അധികാരമുള്ള സംവിധാനമാണല്ലോ, അവര് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആ നോട്ടീസിന്മേലൊന്നും തുടർ നടപടികൾ പാടില്ല എന്ന് സർക്കാർ അഭ്യർത്ഥിച്ചു. പുതിയ നോട്ടീസൊന്നും ഇവിടെ കൊടുക്കരുത് എന്നും സർക്കാർ അഭ്യർത്ഥിച്ചു. അത് രണ്ടും ഈ കമ്മീഷൻ തീരുമാനം വരുന്നത് വരെ മറ്റു നടപടികളൊന്നും ഉണ്ടാകില്ല എന്ന് വഖഫ് ബോർഡ് ഉറപ്പു നൽകിയിട്ടുണ്ട്. പിന്നെ കമ്മീഷൻ 3 മാസം കൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള തീരുമാനം എടുക്കണം എന്നാണ് സർക്കാർ കണക്കാക്കുന്നത്.